അവർക്കതിനകത്തുള്ള സാധ്യതകൾ രണ്ടാണ്. ഒന്ന്, നമ്മുടെ റഡാർ സ്പേസിന് മുകളിലൂടെ വിമാനങ്ങൾക്ക് പറക്കാം. അങ്ങനെ പറന്ന് കൊണ്ടുവന്ന് ബോംബിടാം, തിരിച്ചും പോവാം. ചിലപ്പോൾ നമ്മൾക്ക് അത് കണ്ടെത്താൻ പോലും കഴിഞ്ഞെന്നിരിക്കില്ല. പക്ഷേ അങ്ങനെ ഇടുന്ന ബോംബുകൾ അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിൽ വീഴണമെന്നില്ല. എവിടെയെങ്കിലും വീഴും. അത് റോഡ് അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ അത് പൊട്ടും അല്ലെങ്കിൽ പൊട്ടില്ല. 71 അങ്ങനെയാണ് സംഭവിച്ചത്. അവരോട് കൊണ്ടൊരു സാധനം ഇട്ടിട്ട് അവർ തിരിച്ചു പോയി. അത് പക്ഷേ ചതുപ്പ് പ്രദേശത്തായിരുന്നതിൻ്റെ പേരിൽ അത് നേരെ ചതുപ്പിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പിന്നീട് പട്ടാളം അത് നിർവീര്യമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിടക്കുന്നതിൻ്റെ പേരിൽ നമ്മളിപ്പോഴും യുദ്ധം പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കേരളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ സുരക്ഷിതമാണ് എന്ന് കരുതേണ്ടതില്ല. കാരണം എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ കറാച്ചിയിൽ നിന്നൊക്കെ അവർ ഒരു മിസൈൽ, പ്രത്യേകിച്ച് ഈ ബാലിസ്റ്റിക് മിസൈലോ ഭൂഖണ്ഡാന്തര മിസൈൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അതൊരെണ്ണം ഇങ്ങോട്ട് കാച്ചിക്കഴിഞ്ഞാൽ അതവിടുത്തെ 1900 കിലോമീറ്ററാണ് ഏതാണ്ട് കറാച്ചിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ളത്. വിഴിഞ്ഞത്തേക്കാണെന്ന് വെച്ചാൽ ഒരു 2100 കിലോമീറ്റർ വരും. ഒരു 100, 150, 200 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. ഇടയിൽ എവിടെയും കേരളത്തിൽ പതിക്കാവുന്നതാണ്. അതൊക്കെ പക്ഷേ വളരെ മാരകമായ, നമുക്കിപ്പോൾ അതിനെ നമുക്ക് തകർക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. കാരണം ഈ ഇസ്രായേൽ ഉപയോഗിക്കുന്ന അയൺ ഡോം പോലെയുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ S-400 എന്ന് പറയുന്നത്. റഷ്യൻ നിർമ്മിതമാണ്. അതിന് മിസൈലുകൾ തകർക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിൽ അതിന് പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തും S-400 എന്ന് പറയുന്നത് സ്ഥാപിച്ചിട്ടില്ല. കാരണം അങ്ങനെ നമ്മളുടെ പട്ടാളവും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അവർ ഈ നമ്മളുടെ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിലേക്കാണ് അത് അയക്കുന്നതെങ്കിൽ അതിനെ തടുക്കാനായിട്ടുള്ള പ്രതിരോധിക്കാനുള്ള സംവിധാനം ആ സമയത്ത് നമുക്ക് അവിടെയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.